ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സദൃശവാക്യങ്ങൾ 6 അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ. 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാവുന്നു, 7 കാര്യം അവന് അറപ്പാവുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും പോഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് വെറുക്കുന്ന ഒരു 7 കൂട്ടം കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന് അറപ്പാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, ഒരു കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കർത്താവ് നമ്മളോട് വളരെ ദേഷ്യം തോന്നുന്നതും അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് നീരസം തോന്നുന്നതും അറപ്പ് തോന്നുന്നതെന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നവയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ എത്രത്തോളം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ചെവികളെയും നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ശുദ്ധീകരിച്ച് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം, ഗലാത്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്തുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചും പറയുന്നുണ്ട്, ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ? നമുക്കറിയാം, സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ, ഇങ്ങനെ തുടങ്ങിയവയാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ. ആമേൻ, സ്തോത്രം. അതേസമയം അവിടെ ഒരു കൂട്ടം ജഡത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ആമേൻ, സ്തോത്രം, ആഭിചാരം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇങ്ങനെ ഇതെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു, ജഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒന്നവയാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ അതേപോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്നെന്താണ്? ഗർവമുള്ള കണ്ണ്, അതായത് അഹങ്കാരികൾ. നമുക്കറിയാം, 5-ാം സങ്കീർത്തനത്തിലാണ് നമുക്കൊരു വചനമുണ്ട്, യഹോവ എന്ത് ചെയ്ത് അഹങ്കാരികളും സകല ദുഷ്ടത പ്രവർത്തിക്കുന്ന യഹോവയ്ക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതേ ദൈവമക്കൾ, അഹങ്കാരമുള്ളൊരു കണ്ണ, എനിക്കെല്ലാം കഴിയും, എന്നെ കണ്ട് നോക്ക്, എനിക്ക് ഒന്നിനും കുറവില്ല, എനിക്ക് സാമ്പത്തികമുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതുണ്ട് ഇതുണ്ട്, എന്നെ നോക്ക്, എനിക്ക് അറിവുണ്ടെന്നും പറഞ്ഞുള്ള ഗർവമുള്ള കണ്ണ്. ആമേൻ, സ്തോത്രം. അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എടുത്തു കളയേണ്ട അത്യാവശ്യമാണ്. ഗർവമുള്ളൊരു കണ്ണ് നമ്മുടെ ജീവിതത്തിൽ പാടില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും, തകർക്കുവാനിടയായിത്തീരും. പലപ്പോഴും പല മേഖലകളിൽ നമുക്ക് എന്തു വരാം, അഹങ്കാരം ഒരുപക്ഷെ നമ്മുടെ ചിലപ്പോൾ ജോലി കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ദൈവം ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുമ്പോഴും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശുശ്രൂഷയിലായിക്കോട്ടെ, എവിടെ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ പഠനത്തിലായിരിക്കും, ഉന്നത വിജയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട, ഒരു ദൈവ പൈതൽ ഓർക്കേണ്ടത്, ഇതെല്ലാം എന്താണ്, എൻ്റെ ദൈവത്തിൻ്റെ കൃപയും കരുണയും കൊണ്ടാണ്, അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി വരേണ്ടത്. പക്ഷെ പൈശാചികൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെ ചിന്തകൾ കൊണ്ടിടാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ അപ്പോൾ തന്നെ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ദൈവകരത്തിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവമക്കളെ. രണ്ടാമത്തെ കാര്യമാണ് വ്യാജം പറയുന്ന നാവ്. അതിൻ്റെ താഴേക്ക് വരുമ്പോഴും അവിടെ പറയുന്നുണ്ട്, പോഷ്ക് പറയുന്ന കള്ളസാക്ഷി. അപ്പൊ വ്യാജം എന്ന് പറയുന്നത് നമ്മളെ തകർക്കുന്ന ഒന്നാണ് ദൈവമക്കളെ. നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യണം, സത്യം പുറപ്പെടണം. ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളൊന്ന് നിലനിൽക്കാൻ വേണ്ടിയോ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തെ ചില കള്ളത്തരം പറയേണ്ട അവസരങ്ങൾ വന്നേക്കാം. ആമേൻ, സ്തോത്രം. നമുക്കൊരു അബ്രഹാം ഉൽപ്പത്തി പഠിക്കുമ്പോൾ അവിടെ നമുക്ക് അബ്രഹാം പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇതൊക്കെയും ദൈവം വെറുക്കുന്നതാണ്. അത് നമ്മൾ അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് അതിനെ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം, ദൈവത്തോട് ക്ഷമ ചോദിച്ചു മുമ്പോട്ട് പോകണം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കാണുന്നത്, വ്യാജമുള്ള നാവ്. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്, ഒരു സത്യമാണ് ദൈവമക്കളെ. നമുക്കറിയാം, ഗലാത്യരിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, സത്യം അറിയും, സത്യം നിങ്ങൾ എന്ത് ചെയ്യും, സ്വതന്ത്രരാക്കും. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്താണ്, സത്യം നമ്മളിൽ വരുമ്പോൾ. ആമേൻ, സ്തോത്രം. നമ്മൾ പോഷ്ക് പറയുമ്പോഴും ഒന്ന് നമ്മൾ നമ്മുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. രണ്ട്, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, കുടുക്കിടുകയാണ്, നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കള്ളത്തരങ്ങളും വ്യാജമായി നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ.
സ്തോത്രം. 15-ാം സങ്കീർത്തനത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് സത്യം ചെയ്തിട്ട് ചെയ്തും വന്നാലും മാറാത്തവൻ. അവിടെ നമുക്ക് കാണാം യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും എന്നൊക്കെ നമുക്ക് വിശുദ്ധ സ്ഥലത്ത് ആർ നിലനിൽക്കും, നിഷ്കളങ്കനായി നടന്ന് ഹൃദയപൂർവ്വ സത്യം സംസാരിക്കുക, നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും എന്നൊക്കെ നമുക്ക് താഴേക്ക് ഇങ്ങനെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയും അല്ലേ. അവിടെ ഉള്ള എഴുതി വെച്ചിരിക്കുക ആ വചനത്തിൽ നമുക്കാണ് സത്യം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറരുത്. ഇന്ന ആൾക്ക് നമ്മളൊരു വാക്ക് കൊടുക്കുകയാണ്, അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറ്റരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് പുറപ്പെടേണ്ട ഒന്നാണ് സത്യം. പോഷ്കൊക്കെ എന്ത് ചെയ്യുക, മാറ്റുക. സ്തോത്രം. പോഷ്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു കള ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് സത്യം. അടുത്താണ് ഗർവമുള്ള കണ്ണും നമ്മൾ പറഞ്ഞു, വ്യാജമുള്ള നാവും, പിന്നെ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. അതായത് കുറ്റമില്ലാതെ നമ്മൾ ഒരാളെ എന്ത് ചെയ്യുന്നതാണ്, കുറ്റമില്ലാതെ നമ്മുടെ കൈകളിൽ നിന്ന് വരുന്ന രക്തം, ആ കൈകളെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ക്രമീകരിക്കേണ്ട ആവശ്യമാണ്. അടുത്താണ് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. അപ്പം ഈ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പല ചിന്തകളും, പാപത്തിന്റെ ചിന്ത അല്ലെങ്കിൽ പിശാച് മുതലെടുക്കുന്ന ഒന്നാണ് ഹൃദയം. അപ്പം ഹൃദയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പല ചിന്തകളും ഉടലെടുക്കുന്നത്. നമുക്കറിയാം ഉൽപ്പത്തിയിൽ കായിൻ ആരെ കൊന്നു, ഹാബേലിനെ കൊന്നപ്പോൾ ആദ്യം കായലിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടത് എന്തായിരിക്കാം, ഒരു അസൂയായിരിക്കും. ആ അസൂയ വീണ്ടും കോപമായി അത് കൊലപാതകത്തിലേക്ക് വഴിവിട്ടല്ലേ. അതേ ദൈവമക്കളെ. അപ്പം നമ്മുടെ ഹൃദയം നമുക്കറിയാം സദൃശ്യവാക്യത്തിൽ പ്രകാരം ഒരു വചനമുണ്ട്, സകല ജാഗ്രതയോടും കൂടെ നീ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുക, കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അവിടെ നിന്നല്ലോ. അതേ ദൈവമക്കളെ, സകല ജാഗ്രതയോടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അത് ഏറ്റവും അത്യാവശ്യമാണ്. ഇരിമ്യാവിൽ നമുക്ക് ഇപ്രകാരം ഒരു വചനമുണ്ട്, തൻ്റെ ഹൃദയത്തെ ആരായുന്നവൻ ആരാണ്. സ്തോത്ര. അതായത് കാപട്യം നിറഞ്ഞ ഹൃദയം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ കാപട്യമുള്ള ഒന്നാണ് നമ്മുടെ ഹൃദയം. അപ്പൊ ഈ ഹൃദയത്തെ, ആ കാപട്യമുള്ള ഹൃദയം ആരായാൻ കഴിയും ആർക്ക്, കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ ഹൃദയത്തില് ഒരു ദുരുപായം, മറ്റുള്ളവരെ കുറിച്ച് ഉപായങ്ങൾ ചിന്തിക്കരുത് ദൈവമക്കളെ. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുവാനോ മറ്റുള്ളവരെ നശിപ്പിക്കാനോ ഇതിനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ഈ വക വരുന്ന ചിന്തകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഓരോ നിമിഷവും ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ദൈവമക്കളെ. അടുത്ത് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്ന എന്താണ്, ദോഷത്തിന് ബന്ധപ്പെടുന്ന ഓടുന്ന കാല്. അതായത് നമ്മുടെ കാലുകൾ ദോഷത്തിനായിട്ടാണ് ഓടാറുള്ളത്. അതായത് ദോഷം, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, മറ്റുള്ളവരെ എന്ത് ചെയ്യണം, ദുഃഖിപ്പിക്കണം. അതിനുവേണ്ടി നമ്മുടെ കാൽ എന്ത് ചെയ്തു, ഒരിക്കലും എന്ത് ചെയ്തില്ല, ദോഷത്തിന് ഓടാൻ നമ്മുടെ കാലിനെ വിട്ടു കൊടുക്കരുത് ദൈവമക്കളെ. അതായത് ഒരു സങ്കീർത്തനം 119 ഒരു വചനമുണ്ടല്ലോ ഇപ്രകാരം, അതായത് നിന്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടത് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്ന് എൻ്റെ കാൽ വിലക്കുന്നു അല്ലേ. അതായത് ദൈവമക്കൾ, അപ്പൊ പല ദുർമാർഗങ്ങളിൽ നിന്നും, ഈ ലോകപരമായുള്ള കാര്യങ്ങളിൽ നിന്നും, ദുഷ്ടന്റെ തീയിൽ അല്ലെങ്കിൽ ദുഷ്ടൻ ഒരുക്കുന്ന സകലത്തിൽ നമ്മുടെ കാലിനെ നമ്മൾ എന്ത് ചെയ്യണം, വേർപെട്ടണം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ കാലുകളെ അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, വെച്ചു കൊടുക്കുക. നമുക്കറിയാം 1-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴി നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ എന്നൊക്കെയുള്ള. അപ്പൊ നമ്മൾ ചില ഇടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഇരിക്കരുത്, നിൽക്കരുത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദോഷം ചെയ്യുവാൻ ഓടരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. ദോഷത്തിന് വേണ്ടി നമ്മുടെ കാലിനെ നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുകൊടുക്കൽ. കാരണം ദൈവം നമ്മുടെ കാലിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്താണ്, തൻ്റെ ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിക്കാനാണ്. ക്രിസ്തു എന്ന പാറമേൽ അവൻ നമ്മളെ എന്ത് ചെയ്യും, സ്ഥിരമാക്കും. എപ്പോഴാ, നമ്മുടെ കാലുകള് നന്മയ്ക്ക് വേണ്ടി ഓടണം. സ്തോത്രം. മറ്റുള്ളവരെ സഹായിക്കുവാൻ ഓടണം, മറ്റുള്ളവർക്ക് താങ്ങായി തണലായി നിൽക്കുവാൻ നമ്മുടെ കാലുകളെ നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ ദോഷത്തിന് വേണ്ടി നമ്മൾ എന്തരുത്, പോകരുത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അടുത്തതും പോഷ്ക് പറയുന്ന കള്ളസഭ. പോഷ്ക് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. അതേ ദൈവമക്കളെ, അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു മാങ്ങാപ്പഴം അതിലെന്തെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സിൽ എന്തെങ്കിലും ഒരു ചെറിയ കരടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പുഴു മതി എന്ത് ചെയ്യാൻ, അത് കാർന്ന് തിന്നുക അല്ലേ. ഇപ്പം നല്ലൊരു ഫലമോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിലിരിക്കുന്ന ഒരു ചെറിയൊരു പുഴു മതി ആ ചെടി മുഴുവൻ നശിപ്പിക്കുവാൻ അല്ലേ, അതിനെ മുഴുവൻ തിന്നുകളയുക. അപ്പം ഈ വക നമ്മൾ ഈ നിസാരമെന്ന് കാണുന്നത്, അതായത് ഒരു പോഷ്കല്ലേ, ഒരു വട്ടമല്ലേ,
അത് പിന്നെ എന്തായിത്തീരും? 10ഉം 11ഉം വട്ടമായി തീരും ദൈവമക്കളെ. ഒരു വട്ടം നിൽക്കാനല്ലേ നമ്മൾ ഭോഷ്ക് പറയുന്നെന്നും പറഞ്ഞ് നമ്മുടെ അതരങ്ങൾ ദോഷത്തിനും ഭോഷ്കിനും വിട്ടുകൊടുക്കുമ്പോൾ അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭരിക്കുവാനിടയായി തീരും. അപ്പം ഈ ഭോഷ്ക് നമ്മുടെ വായിൽ കൂടെ, അല്ലെ ഗർവമുള്ള കണ്ണ്, ഇപ്പം നമ്മൾ വായിച്ച ഓരോ കാര്യങ്ങൾ, അതായത് 7 കാര്യം, ഏതൊക്കെയാണ്? ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെടുന്ന ഓടുന്ന കാലും, ഇതെല്ലാം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദുഷ്ടന് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഇൻഡോറുകൾ തുറന്നു കൊടുക്കുകയാണ്. ഇതിലൂടെയെല്ലാം ദുഷ്ടൻ നമ്മുടെ ജീവിതത്തിൽ കയറി വരുവാനിടയായി തീരും. അതെ ദൈവമക്കളെ, അപ്പം നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടി ആയിരിക്കണം അല്ലേ നമ്മുടെ ജീവിതം. സ്തോത്രം. അതുപോലെ തന്നെ ലാസ്റ്റത്തെയാണ് സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും വഴക്കുണ്ടാക്കുവാനല്ല ദൈവമക്കളെ ദൈവം നമ്മളെ ദൈവം വിളിച്ചത് സമാധാനം നൽകുവാനാണ്. മറ്റുള്ളവർക്ക് സമാധാനം പകരുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കുന്നത്? തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം പ്രകാരം ഒരു വചനമുണ്ട്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ, അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മളോട് ഇങ്ങോട്ട് വഴക്കുണ്ടാക്കി വരുന്നവർക്ക് നമുക്ക് തിരിച്ചു ചെയ്യുവാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞു, നീ പകരത്തിന് പകരം ചെയ്യുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അതായത് നമുക്കറിയാം മത്തായി 5-ാം അധ്യായത്തിൻ്റെ 9 നമ്മൾ ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ നമ്മളെ എന്തിനാ ദൈവം വിളിച്ചേ? സമാധാനം ഉണ്ടാക്കാനാണ്. അപ്പൊ സമാധാനം നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയാൽ നമ്മളെ ദൈവം വിളിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ്. സ്തോത്രം. അതേ ദൈവമക്കളെ, ഇപ്പോൾ ഒരു ചർച്ചിലായിരിക്കാം, നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ നടുവിലായിരിക്കാം, എവിടെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വഴക്ക് നമ്മൾ കാണുമ്പോൾ അതിനെ ആളി കത്തിക്കുവാനല്ല നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും ആ വഴക്കിനെ ഒന്ന് എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് മുമ്പോട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പോവാനാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അതാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന സമാധാനം പകരാനാണ്, അല്ലേ? ക്രിസ്തു എന്ന ഒരു സമാധാനം നമ്മൾ മറ്റുള്ളവരേക്ക് എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. നമുക്കറിയാം ഒരു നല്ലൊരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൻ്റെ അകത്ത് ഒരുപാട് നല്ല നല്ല പൂക്കളെല്ലാം ഉള്ളൊരു പൂന്തോട്ടം എന്ന് ചിന്തിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ കട്ടുറുമ്പിനെ കാണുകയോ, അല്ലെങ്കിൽ കട്ടുറുമ്പ് അതിൽ കയറിയ ഒരു ഉറുമ്പ് എന്തെങ്കിലും അതിൽ കയറിയ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വലിയ പൂന്തോട്ടത്തിൽ ഒരു ചെറിയ ഉറുമ്പിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എങ്ങനെയെങ്കിലും നമ്മുടെ കണ്ണിൽ പെട്ട അതിനെ എന്ത് ചെയ്യും? നമ്മൾ അതിനെ കൊല്ലും, അല്ലേ? അതിനെ നമ്മൾ നശിപ്പിക്കും. കാരണം എന്താണ്? അല്ലെങ്കിൽ അതവിടെ കൂടി വന്ന് അല്ലെങ്കിൽ ആ പൂന്തോട്ടത്തെ നശിപ്പിക്കും. അത് ദൈവമക്കളെ, നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു നല്ല ഫലം കായ്ക്കുവാനാണ്. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നല്ല നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ്. ആ സ്ഥാനത്ത് നമ്മൾ ഈ വക നമ്മുടെ ഓരോ ദൈവം തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ മന്ദിരത്തിൽ ഓരോ അവയവങ്ങളും നമ്മൾ എന്ത് ചെയ്ത്? അനീതിയുടെ ആയുധങ്ങളായി ഇങ്ങനെ സമർപ്പിക്കരുത്. റോമറിൽ നമുക്കവിടെ കാണാൻ കഴിയുന്ന 6-ാം അധ്യായത്തിൻ്റെ 12 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാർ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധത്തിനായി എന്ത് ചെയ്യരുത്? പാപത്തിന് സമർപ്പിക്കരുത്. എന്താ ചെയ്യണമെന്നവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നീതിയുടെ ആയുധങ്ങളായി നമ്മൾ ആർക്ക് സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. അവരുടെ 12 ഇങ്ങനെയാണ്. അവിടെ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങൾ അനുസരിക്കുമാർ ഇനി വാഴരുത്. അപ്പോൾ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണിലൂടെ, നമ്മളുടെ ഓരോ അവയവങ്ങളിലൂടെ അത് കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാപികളായി തീരും. അതേ ദൈവമക്കൾ, അപ്പം നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറുതായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു പോഷ്കായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ നമ്മുടെ കണ്ണിൽ കൂടെ ചെയ്യുന്ന ഒരു പാപമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കൂടെ നമ്മൾ ഗർവത്തോടുകൂടെ നടക്കുകയും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒരു ചെറിയ ചിന്തയായിരിക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. സ്തോത്രം. അപ്പം ആ ചെറിയ പോഷ്കിനെ ആ ചെറുതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നശിപ്പിച്ച് കളയണം. അപ്പോഴേ അതിനെടുത്ത് എന്ത് ചെയ്യുക? ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. കള്ളത്തരങ്ങളായതും ഭോഷ്കായതും ദൈവം നമ്മളിൽ നിന്ന് വെറുക്കുന്നതുമായിട്ടുള്ള ചെറുതിൽ തുടങ്ങി എന്ത് ചെയ്യുക? അതിനെ സ്റ്റോപ്പ് ചെയ്യുക. സത്യത്തിൽ നിൽക്കുക. സത്യം വന്നാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? പലതും നമുക്ക് അനുഭവിക്കേണ്ടി വരും, അല്ലേ? സത്യം ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരിക്കാം, ചില കഷ്ടതകൾ കൂടിയെന്ന് വന്നേക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക?
നമ്മൾ ആ സത്യത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക. തിരുവചനം പറഞ്ഞ സത്യമാണല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വചനത്തിലൂടെ ശോധന ചെയ്യുക. അപ്പോൾ എത്രയോ വട്ടം നമ്മൾ പോഷിക്കുക, ദൈവം വെറുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അല്ലേ ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിലും അല്ലേ, ചിന്തകളിലായിക്കൊള്ളട്ടെ, പലപ്പോഴും അസൂയയുടെ ചിന്തകൾ, അഹങ്കാരത്തിൻ്റെ ചിന്തകൾ, സ്വാർത്ഥതയുടെ ചിന്തകൾ, ഈ പറയുന്ന എന്നിൽ പോലും എന്ത് ചെയ്യുക, പലപ്പോഴും ഇതൊക്കെ വന്നിട്ടുണ്ടാകാം അല്ലേ, വന്നിട്ടുണ്ട്. അവിടെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ദൈവപൈതലായ നമ്മൾ ദൈവസന്നിധി അതിന് എന്ത് ചെയ്യുക, ഏറ്റുപറയുക, ദൈവത്തോട് ക്ഷമ ചോദിച്ചു വേണം മുമ്പോട്ട് നമ്മൾ ഓരോ നിമിഷവും എന്ത് ചെയ്യേണ്ടത്, മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഇപ്പം നമ്മളിവിടെ വായിച്ച് നമ്മുടെ ഓരോ അവയവങ്ങളും നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഓരോ അവയവങ്ങളും നമുക്ക് ദൈവസന്നിധിയിൽ നീതിക്കായി നമുക്ക് സമർപ്പിക്കാം ദൈവമക്കൾ. അവിടെ നമുക്ക് എന്തുണ്ട്, അനുഗ്രഹം ലഭിക്കും. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.